ലക്ഷങ്ങൾ ചിലവഴിച്ച് പണി പൂർത്തിയാക്കിയ തൃക്കൂർ SMS റോഡ് തകർന്നു. നിർമ്മാണത്തിലെ അപാകതയാണ് റോഡ് തകർച്ചയിലാകാൻ കാരണമെന്ന് നാട്ടുകാർ. പ്രക്ഷോഭവുമായി SMS റോഡ് ജനകീയ സമരസമിതി. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ ഫണ്ടിൽ നിന്ന് 80 ലക്ഷം രൂപ ചിലവഴിച്ചാണ് തൃക്കൂർ SMS റോഡിന്റെ 640 മീറ്റർ ഭാഗം പണിതത്. 2021 ആരംഭിച്ച നിർമ്മാണം പാതിവഴിയിൽ ഉപേക്ഷിച്ചതിനെ തുടർന്നുണ്ടായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് ശേഷമാണ് 2023 നിർമ്മാണം പൂർത്തിയാക്കിയത്. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായി. 100 മീറ്ററിന് 12.5 ലക്ഷം രൂപ ചിലവഴിച്ചായിരുന്നു നിർമ്മാണം. റോഡ് പണിയിലെ അപാകങ്ങൾ ചൂണ്ടിക്കാട്ടി കരാറുകാരനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് 3 വർഷം മുൻപേ നാട്ടുകാർ പഞ്ചായത്ത് ഭരണസമിതിക്ക് പരാതി നൽകിയിരുന്നു. തുടർന്ന് കോൺട്രാക്ടർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ഭരണസമിതി അറിയിച്ചിരുന്നെങ്കിലും റോഡ് പുനർനിർമ്മിക്കുകയോ കരാറുകാരനെതിരെ നിയമ നടപടിയെടുക്കുകയോ ചെയ്യാതെ പഞ്ചായത്ത് ഭരണസമിതി ഒത്തുകളിക്കുകയാണെന്നാണ് ജനകീയ സമിതിയുടെ ആരോപണം. ഇത് SMS റോഡ് നിവാസികളുടെ ഒരു വലിയ പ്രതിഷേധ ധർണയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഇന്നലെയും ഇന്നായി ഇവിടുത്തെ ജനങ്ങളൊക്കെ വലിയ പ്രതിഷേധത്തിലാണ്. ഇവിടുത്തെ ഈ ഒരു റോഡ് എന്ന് പറയുന്നത് തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണത്. ഏകദേശം 2.5 കിലോമീറ്റർ നീളത്തിലുള്ള റോഡ്. അതിൻ്റെ ആദ്യഘട്ട നിർമ്മാണത്തിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ നിന്നും 80 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് 640 മീറ്റർ റോഡ് ഇവിടെ ആധുനിക രീതിയിൽ പണികഴിപ്പിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ BM&BC റോഡുകളാണ് നമ്മൾ കാണുന്നത്. ആ റോഡ് പണിയാൻ വേണ്ടി ഏകദേശം 100 മീറ്ററിന് 10 ലക്ഷം രൂപയാണ് ചിലവ് വരുന്നത്. ഈ റോഡ് പണിതിട്ടുള്ളത് 100 മീറ്ററിന് 12.5 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് ഈ റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. പണിയാൻ തന്നെ ഏകദേശം 2.5 വർഷക്കാലം എടുത്തു. 2021 റോഡ് പണി തുടങ്ങിയതിന് ശേഷം 2023 മാർച്ച് 18 റോഡ് പണി പൂർത്തീകരിക്കുന്നത്. ആ റോഡ് പണി പൂർത്തീകരിച്ച് 3 മാസം കഴിയുമ്പോഴേക്കും ഈ റോഡ് പൊളിയുന്ന അവസ്ഥയാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ അതിനെതിരെ വിവിധങ്ങളായ പരാതികൾ വിവിധ കേന്ദ്രങ്ങളിൽ പഞ്ചായത്തിൽ ഞങ്ങൾ പല ആളുകളും ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരടക്കം വിവിധങ്ങളായ പരാതികൾ പഞ്ചായത്തിൽ കൊടുക്കുമ്പോൾ പഞ്ചായത്തിൻ്റെ മറുപടി എന്ന് പറയുന്നത്, ഈ റോഡ് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, ഈ റോഡ് എന്ന് പറയുന്നത് ഗ്യാരണ്ടി പീരീഡുള്ള റോഡാണ്, ആ റോഡ് പൂർണ്ണ ഉത്തരവാദിത്തം കോൺട്രാക്ടർക്കാണ്, ഇത് എത്ര പൊളിഞ്ഞാലും അത് കോൺട്രാക്ടർ വന്ന് ശരിയാക്കി തരും എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ പല പ്രതിഷേധക്കാരെയും അവർ പറഞ്ഞു വിടുന്നത്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ മനസ്സിലായത് ഇത് ഞങ്ങളെ കബളിപ്പിക്കലാണെന്നുള്ളത്. ഇത് കോൺട്രാക്ടർക്കെതിരെ ഈ പഞ്ചായത്ത് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. കോൺട്രാക്ടർ ആണെങ്കിൽ ജനങ്ങളെ വെല്ലുവിളിച്ച് നടക്കുകയാണ്. ഞാനിത് പണിയില്ല എന്നുള്ള രൂപത്തിൽ കോൺട്രാക്ടർ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഒരു പ്രാദേശിക ഭരണകൂടം എന്നുള്ള രൂപത്തിൽ തൃക്കൂർ പഞ്ചായത്ത് ഒന്നും തന്നെ ഈ കോൺട്രാക്ടർക്ക് എതിരെ നടപടി എടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ കോൺട്രാക്ടർക്ക് വീണ്ടും ആ പഞ്ചായത്തിൽ 12ഓളം പണികൾ ഇപ്പോൾ പുതിയതായിട്ട് അനുമതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 2 വർഷത്തോളം റോഡ് വെട്ടിപ്പൊളിച്ച് പൂർണ്ണമായി ഗതാഗതം നിരോധിച്ചായിരുന്നു നിർമ്മാണം. എന്നാൽ ടാറിംഗ് കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ റോഡ് പൊട്ടിപ്പൊളിയാൻ തുടങ്ങിയിരുന്നു. നിലവിൽ കാൽനടയാത്ര പോലും അസാധ്യമായ രീതിയിലാണ് പാതയുടെ അവസ്ഥ. നിർമ്മാണത്തിലെ അപാകമാണ് റോഡ് തകർച്ചയിലാകാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പരാതികൾ വ്യാപകമായിട്ടും ബന്ധപ്പെട്ടവർ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് വാർഡ് മെമ്പർ ഷീബ നികേഷ് പറഞ്ഞു. നമുക്കറിയാം, 2019-20 രവീന്ദ്രമാഷ് MLA ആയിരിക്കുന്ന സമയത്താണ് നമുക്ക് ഈ 80 ലക്ഷം രൂപ അനുവദിച്ച് കിട്ടുന്നത്. എന്നിട്ട് തന്നെ ഈ റോഡിൻ്റെ വർക്ക് തുടങ്ങിയത് പൂർത്തീകരിക്കാൻ തന്നെ 2.5-3 വർഷം എടുത്തിട്ടുണ്ട്. അത്രയും നാൾ ജനങ്ങൾ ഇവിടെ ദുരിതത്തിലാണ് ഇതിൽ പോയിട്ടുള്ളത്. കാരണം ഒരു റോഡ് പണി നടക്കുമ്പോൾ അത് പൊളിച്ചിട്ടിട്ട് കാലങ്ങളോളം അത് പണിയാതെ ലാഗ് ചെയ്ത് പോയിട്ട് വളരെയധികം സമരങ്ങളും അതുപോലെ ജനകീയ പ്രതിഷേധങ്ങളുടെയും ഭാഗമായിട്ടാണ് ഈ വർക്ക് തന്നെ തുടങ്ങിയത്. പലതവണ ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയുടെ മുൻപിൽ പരാതികൾ കൊടുത്തിട്ടുണ്ടെങ്കിലും പല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും ആ തീരുമാനങ്ങളൊന്നും നടപ്പിലാക്കുന്നില്ല. ഏകദേശം മാർച്ച് 18 2023 ഈ റോഡ് ഉദ്ഘാടനം ചെയ്തു, ജനങ്ങൾക്ക് തുറന്നു കൊടുത്തു. അതിനുശേഷം ഒരു ജൂൺ മാസം ആയപ്പോഴേക്കും റോഡിൽ കുഴികൾ രൂപപ്പെട്ടു തുടങ്ങി. ഈ കുഴികൾ രൂപപ്പെട്ടതിൻ്റെ ഭാഗമായി നമ്മളവിടെ പഞ്ചായത്തിൽ പരാതി വെച്ചപ്പോൾ എന്തായാലും അവർക്കൊരു ഗ്യാരണ്ടി പീരീഡ് ഉണ്ട്. ആ ഗ്യാരണ്ടി പീരീഡിനുള്ളിൽ വന്ന തകരാറ് അവർ പരിഹരിച്ചു തരും, വേറൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഈ പരാതിയുടെ ഭാഗമായിട്ട് അയാൾ വന്നിട്ട് ഈ കോൺട്രാക്ടർ ഇവിടെ എത്തിയിട്ട് ഈ കുഴിയിൽ പാറപ്പൊടി കൊണ്ടുവന്ന് അടയ്ക്കുകയാണ് ചെയ്തത്. ഈ ചെറിയ കുഴികളിൽ പാറപ്പൊടി ഇട്ടാൽ അത് ശരിയാവുന്നുള്ള രീതിയിലുള്ളൊരു സമീപനമാണ് അയാൾ സ്വീകരിച്ചത്. പിന്നീട് പലതവണ ഞങ്ങൾ പരാതി കൊടുത്തിട്ടും ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ, ഇതിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ട യാതൊരു നടപടിയും കോൺട്രാക്ടറുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ പഞ്ചായത്ത് ഭരണസമിതി ആയാലും ഈ കോൺട്രാക്ടറെ നമ്മുടെ തൃക്കൂർ പഞ്ചായത്തിലെങ്കിലും തുടർന്ന വർക്കുകൾ ഇനി കൊടുക്കരുത്. ഈ കോൺട്രാക്ടർ എടുത്തൊരു വർക്ക് തന്നെയാണ് ഇവിടെ ബാലവാടി വഴി. ആ റോഡൊന്ന് പോയി നോക്കിയാൽ കാണാം. ആ റോഡിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ഇതേപോലെ 10 ലക്ഷം ഫണ്ട് വെച്ച് പണിതൊരു റോഡാണ്. അതുപോലെ വട്ടക്കൊട്ടായി കള്ളായി റോഡ്,
ആ ഭാഗത്തും ഇതേപോലെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. പല റോഡുകളും ഇതുപോലെ ആണ് ആളുടെ പ്രവൃത്തി നടക്കുന്നത് എന്നറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും വർക്കുകൾ കൊടുക്കുകയായിരുന്നു. ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ പ്രസിഡന്റിനെ കണ്ടപ്പോഴും പ്രസിഡന്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്തായാലും ഇത് ചെയ്തു തരുന്നുള്ളൊരു ഉറപ്പാണ് നമുക്ക് കിട്ടിയത്. പക്ഷെ അത് നമുക്ക് ഇനിയും മുഖവിലേക്ക് എടുക്കാൻ സാധിക്കില്ല. കാരണം ഈ ഒരു 3-4 വർഷം ഈ ഒരു വാക്ക് വിശ്വസിച്ചിട്ടാണ് പോയിരുന്നത്. അപ്പോൾ ഇനി എന്തായാലും ശക്തമായ പ്രതിഷേധത്തിലൂടെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. റോഡ് പുതുക്കി പണിയണമെന്നും കരാറുകാരനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് ജനകീയ സമരസമിതി. നേതാക്കളായ കപിൽ രാജ്, മുരളിപ്പാട്ടത്തിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അമൃത സുനിൽ, പഞ്ചായത്ത് അംഗങ്ങളായ ഷീബ നികേഷ്, ശാന്തി മണികണ്ഠൻ, പ്രിയ ചന്ദ്രൻ, സിനീഷ്, രാജേഷ്, സജീവൻ എന്നിവരാണ് ജനകീയ സമരസമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. സംസ്ഥാനത്തുടനീളം ഗ്രാമീണ റോഡുകൾ ഉൾപ്പെടെ ആധുനിക രീതിയിൽ നവീകരിക്കപ്പെട്ട ഒരു കാലത്താണ് തൃക്കൂർ പഞ്ചായത്തിലെ SMS റോഡ് അതിശോചനീയമായ നിലയിൽ ആയിരിക്കുന്നത്. വെറും 3 വർഷം മുമ്പ് നിർമ്മിക്കപ്പെട്ട ഈ റോഡ് നിർമ്മിച്ച് 3 മാസത്തിനകം തന്നെ തകർന്നു തുടങ്ങിയെന്നാണ് ഈ നാട്ടുകാർ ആരോപിക്കുന്നത്. ഇപ്പോൾ വലിയ ഗർത്തങ്ങൾ നിറഞ്ഞ് തീർത്തും കാൽനട യാത്ര പോലും അസാധ്യമായ രീതിയിലാണ് ഈ റോഡിനെ നമുക്ക് കാണാൻ കഴിയുക. കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ഈ കരാറുകാരനും പഞ്ചായത്തും തമ്മിലുള്ള ഒത്തുകളി അവസാനിപ്പിക്കുകയും ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ് എന്ന് തെളിയിക്കുകയാണ് തൃക്കൂർ പഞ്ചായത്തിലെ SMS റോഡ് ജനകീയ സമരസമിതി. വലിയ പ്രക്ഷോഭങ്ങളുമായി വരും ദിവസങ്ങളിൽ നീങ്ങാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. ഏതായാലും അധികൃതർ കണ്ണു തുറക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.